ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമ്മളിപ്പോൾ നവമസ്കന്ധത്തിലെ അംബരീഷൻ്റെ അരികിലെ കൃത്തിയെ സൃഷ്ടിച്ച് അംബരീഷനെ നിഗ്രഹിക്കാൻ ശ്രമിച്ച ദുർവാസാവ് മഹർഷിക്ക് സുദർശനചക്രത്തിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം, അംബരീഷൻ സുദർശനചക്ര വഹിക്കുകയും അത് തൻ്റെ കൃത്യയെ നിഗ്രഹിക്കുകയും ഒപ്പം ദുർവാസാവിൻ്റെ പുറകെ അത് വരികയും ചെയ്തു. ഇപ്പം സത്യലോകത്ത് ബ്രഹ്മദേവൻ്റെ അരികിൽ ചെന്നു, രക്ഷയില്ല. പിന്നെ അടുത്തത് എവിടെയാണ് ചെല്ലുന്നത്? അങ്ങ് കൈലാസത്തിൽ ചെന്നു, രുദ്രദേവൻ്റെ അരികിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴും പറയുകയാണ്, എന്നെ രക്ഷിക്കണം, കാര്യം എന്താണെന്ന് വിഷ്ണു ചക്രദേവസനാൽ ദഹിക്കപ്പെടാൻ പോകുന്ന എന്നെ കൈലാസനാഥനായിരിക്കുന്ന വലിയ ഭഗവാനെ അവിടുന്ന് എന്നെ കൈവെടിയരുത്, ബ്രഹ്മദേവൻ എന്നെ കൈവെടിഞ്ഞു, അങ്ങ് എന്നെ കൈവെടിയരുതേ, അങ്ങേ ഞാൻ ശരണം പ്രാപിച്ചിരിക്കുന്നു, ശാദിമാം താം പ്രപന്നം, എന്നെ രക്ഷിച്ചാലും, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ചാലും എന്ന് പറയുന്നു. ഉടനെ പറയുകയാണ്, വയം മദാത പ്രഭവാമ ഭൂമ്നി യസ്മിൻ വരേണ്യഭി ജീവകോശാഹ ഭവന്തി കാലേ ന ഭവന്തി കീദൃശ സഹസ്രശോ യത്ര വയം പ്രമാമഹ. രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച ദുർവാസാവിനോട് ശ്രീ ശിവൻ അരുളി ചെയ്തു, ഹേ വത്സ, ഞങ്ങൾ യാതൊരു ബ്രഹ്മാണ്ടത്തെ ചുറ്റിത്തിരിയുന്നുവോ, ഏതൊരു ബ്രഹ്മാണ്ടത്തെയാണ് ഞങ്ങളെല്ലാം ചുറ്റിത്തിരിയുന്നത്, ഇതുപോലുള്ള അനന്ത ബ്രഹ്മാണ്ടങ്ങൾ, അനന്തമായിരിക്കുന്ന അനേകം ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടികാലത്തിൽ യാതൊരു ഭഗവാനിൽ നിന്നാണോ ഉത്ഭവിച്ചിരിക്കുന്നത്, ഞങ്ങളെല്ലാവരും യാതൊരു ബ്രഹ്മാണ്ടത്തെ ചുറ്റിത്തിരിയുന്നോ, ഇങ്ങനെയുള്ള അനേക ബ്രഹ്മാണ്ടങ്ങൾ തന്നെ സൃഷ്ടികാലത്തിൽ ഏതൊരു ഭഗവാനിൽ നിന്നാണോ ഉത്ഭവിച്ചിരിക്കുന്നത്, ഏതൊരു ഭഗവാനാണോ ഈ ലോകത്തിന് അത്രയും ദയ നൽകിയിരിക്കുന്നത്, സംഹാരകാലത്തിൽ യാതൊന്നിലാണോ ഇതെല്ലാം ലയിച്ചു ചേരുന്നത്, ഇതെല്ലാം യാതൊന്നിൽ ലയിച്ചു ചേരുന്നുവോ ലയിക്കുന്നുവോ ആ ഭഗവാന്റെ സങ്കല്പത്തിനെതിരായിട്ട്, ആ ഭഗവാനെതിരായിട്ട്, ആ ഭഗവാന്റെ സങ്കല്പത്തിനെതിരായിട്ട് നടക്കാനോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കാനോ അല്ലയോ ദുർവാസാവേ, ഞങ്ങളെല്ലാം അശക്തരാണ്. ഞങ്ങളാരും ആ തേജസ്സിനാൽ നിങ്ങളെ രക്ഷിക്കാൻ അശക്തരാണ്. മനസ്സിലായല്ലോ? ബ്രഹ്മദേവൻ കൈയൊഴിഞ്ഞു, ഇനിയിപ്പോൾ രുദ്രദേവനും കൈയൊഴിഞ്ഞു. തെറ്റ് ചെയ്തത് ശരിയായ തെറ്റല്ല ചെയ്തത്. ക്രോധം കൊണ്ട് ആവശ്യമില്ലാത്ത പൗരുഷമില്ലാത്ത വാക്കുകൾ അത്രയും പറഞ്ഞു. അവസാനം എന്തായി? കൃത്യയെ പൗരുഷമില്ലാത്ത വാക്കുകൾ പറഞ്ഞെന്ന് മാത്രമല്ല, കൃത്യയെ സൃഷ്ടിച്ച് നിഗ്രഹിക്കാൻ കൂടി ശ്രമിച്ചു. അവിടുന്നെല്ലാം എന്ത് ചെയ്തു? സുദർശനമെന്ന് പറയുന്ന ചക്രം എന്ത് ചെയ്തു? അംബരീഷനിൽ നിന്ന് നിർഗളിച്ച് ദുർവാസാവിൻ്റെ പുറകെ സഞ്ചരിച്ച് ലോകങ്ങളെല്ലാം സഞ്ചരിച്ച് ഇപ്പോൾ കൈലാസപർവ്വതത്തിൻ്റെ അവിടം വരെ എത്തിച്ചേർന്നു. എന്നിട്ടും രക്ഷയില്ല. നമ്മളും ഇതേപോലെയാണ്. ആവശ്യമില്ലാത്ത ക്രോധങ്ങളൊക്കെ ഉണ്ടാക്കി, വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാക്കി, വീട് വിട്ടിറങ്ങി വേറെ പലയിടത്തും ചെല്ലുമ്പോൾ അവർ പറയും, ഇവിടെ വന്നിങ്ങനെ നിൽക്കേണ്ട, സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറയും. സ്വന്തം വീട്ടിലിട്ട് പോകാനും പറ്റില്ല, ഇറങ്ങിയെടുത്തോട്ട് തിരിച്ച് ചെല്ലാനും പറ്റില്ല, എന്നാൽ വേറെ എങ്ങും നമ്മളെ സ്വീകരിക്കുന്നുമില്ല. ഈ ഗതി വരുത്തുന്നത് എന്തുകൊണ്ടാണ്? ദുർവാസാവിന് പറ്റിയ കോപം പോലെ നമ്മളിലും ചില കോപം കൊണ്ട് എങ്ങും ഗതിയില്ലാതായിത്തീരുന്നു. സ്വയം ആലോചിക്കുക. കോപത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗതിയില്ലാത്ത അവസ്ഥ ദുർവാസാവിന് പറ്റിയ പോലെ നമുക്കും പറ്റുമെന്ന് ഭാഗവതം പഠിപ്പിക്കുകയാണ്. ഇനി അടുത്തതോ പറയുകയാണ്, ഞങ്ങളെല്ലാവരും സർവജ്ഞനായിരുന്നിട്ട് പോലും ഞങ്ങൾക്ക് ആർക്കും ഇതിന് സാധിക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞതിന് ശേഷം അടുത്തത് എവിടെയാണ് എത്തിച്ചേരുന്നതെന്നുള്ള കാര്യവും പറയുകയാണ്. സന്ദഹ്യമാനോ അജിതശസ്ത്രവഗ്നിന തത്പാദമൂലേ പതിതസവേ വധു ആഹാച്യുതാനന്ദസദീപ്സിത പ്രഭോ കൃതാഗസം മാവ ഹി വിശ്വഭാവന. കൃതാഗസം മാ അവഹി വിശ്വഭാവന എന്നാണ് പറയുന്നത്. അവഹി മാം അവഹി, എന്നെ രക്ഷിച്ചാലും. ക്രോധം കൊണ്ടുണ്ടായ അനർത്ഥങ്ങളിൽ ചെന്ന് അവസാനം ചാടിയിട്ട് പറയുകയാണ്, മാം അവഹി,
എന്നെ എപ്പോഴും രക്ഷിക്കണം. വിശ്വഭാവന, വിശ്വത്തിന് മുഴുവൻ തുല്യമായ ഭാവനയോട് കൂടിയിരിക്കുന്ന, ആരാലും ജയിക്കപ്പെടാതിരിക്കുന്ന ഭഗവാന്റെ സുദർശന ചക്ര അഗ്നിയിൽ, അതിൻ്റെ അഗ്നിജ്വാലയിൽ ഏറ്റവും തപിക്കപ്പെട്ടിരിക്കുന്നവനാണ് അല്ലയോ ഭഗവാനെ ഞാനിപ്പോൾ ഏറ്റവും തപിക്കപ്പെട്ടവനാണ്. ആ ജ്വാലയിൽ നിന്ന് എന്നെ രക്ഷിക്കണം. എന്താണ്? അതിനിമിത്തം സർവ്വ അവയവങ്ങളും വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്നെ സുദർശന ചക്രത്തിൻ്റെ ജ്വാല വിഴുങ്ങുമെന്ന് കണ്ടിട്ട് എൻ്റെ അവയവങ്ങളെല്ലാം വിറച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയോ ദുർവാസാമുനി ശ്രീ ഭഗവാന്റെ പാദമൂലങ്ങളിൽ ചെന്ന് വീണു. ഏത് ഭഗവാനാണ്? വിഷ്ണു ഭഗവാന്റെ പാദമൂലങ്ങളിൽ ചെന്ന് വീണിട്ടോ ഏ അച്യുത, ഏ അനന്ത, ഏ സജ്ജനങ്ങളാൽ പ്രാർത്ഥിക്കപ്പെടുന്ന ലോകരക്ഷകനായിരിക്കുന്ന ഭഗവാനെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങയുടെ ഭക്തനിൽ അപരാധം ചെയ്തിരിക്കുന്ന എന്നെ നിന്തിരുവടി തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണിവിടെ. അവിടുന്നല്ലാതെ അങ്ങയുടെ ഭക്തനോട് ഞാൻ അപരാധം ചെയ്തു പോയി, അതുകൊണ്ട് നിന്തിരുവടി തന്നെയാണ് എനിക്ക് ശരണം എന്ന് പ്രാർത്ഥിക്കുന്നു. നോക്കുക, ഭക്തന്മാരായിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത്രയും ഇതുപോലെ ഗത്യന്തരമില്ലാതായി തീർന്നു കഴിഞ്ഞാൽ ഒരേ ഒരു ആശ്രയസ്ഥാനം ആരാ? വിഷ്ണു ഭഗവാൻ തന്നെയാണ്. വിഷ്ണു ഭഗവാനെ ശരണം പ്രാപിച്ച ദുർവാസാവ് മഹർഷി ഇപ്രകാരമാണ് പ്രാർത്ഥിച്ചത് അത്രയും. ഏ അച്യുത, ഏ അനന്ത എന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ വാക്കെന്താ? സജ്ജനങ്ങളാൽ പ്രാർത്ഥിക്കപ്പെടുന്ന ലോകരക്ഷകനായ പ്രഭു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സജ്ജനങ്ങളാണ് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതെന്നർത്ഥം, ദുർജനങ്ങളല്ല. സജ്ജനങ്ങൾക്കെന്താ? ശാന്തി ലഭിക്കുന്നത് ഭഗവത് പ്രാർത്ഥനയിലൂടെയാണ്. അതുകൊണ്ട് നിരന്തരം അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു സജ്ജനങ്ങളാൽ പ്രാർത്ഥിക്കപ്പെടുന്ന ലോകരക്ഷകനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ഭക്തനിൽ അപരാധം ചെയ്തിരിക്കുന്ന എൻ്റെ അപരാധത്തെ ക്ഷമിച്ചുകൊണ്ട് ചക്രത്തിൻ്റെ അഗ്നിജ്വാലയിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും എൻ്റെ അവയവങ്ങളെല്ലാം അങ്ങ് വിറച്ചുകൊണ്ടിരിക്കുകയാണ്, പരിതാപകരമാണ് എൻ്റെ അവസ്ഥയെന്ന് വിഷ്ണു ഭഗവാന്റെ പാതാരബിന്ദങ്ങളെ പ്രണമിച്ചുകൊണ്ട് ആര് പ്രാർത്ഥിച്ചു? ദുർവാസാവ് പ്രാർത്ഥിച്ചു. നോക്കുക, ആപത്തുകൾ സ്വയം വരുത്തി വയ്ക്കുന്നത് അവനവൻ്റെ കർമ്മങ്ങളാണെന്നുള്ള കാര്യം ഇവിടെ എടുത്തു പറയുന്നുണ്ട്. മനസ്സിലായല്ലോ? നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിലൂടെയാണ് നിങ്ങൾ ആപത്തിലേക്ക് ചെന്ന് ചാടുന്നത്. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അത്രയും ശ്രദ്ധയോടെ നിരീക്ഷിച്ച് ചെയ്താൽ ഇങ്ങനെയുള്ള ആപത്തുകളിൽ ചെന്ന് ചാടാണ്ടിരിക്കാൻ നമുക്ക് സാധിക്കും. ആപത്തുകൾ ആർക്കും വരാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.